പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സെലസ്റ്റിയൽ ഹാപ്പിലെ എല്ലാ കുടുംബാംഗങ്ങളോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം കോരപുത്രന്മാരെഴുതിയ സങ്കീർത്തനം 44 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. The book of Psalms chapter 44 verses 6 to 8. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. നീ അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. I put no trust in my bow, my sword does not bring me victory, but you give us victory over our enemies. You put our adversaries to shame. In God we make our boast all day long, and we will praise your name forever. ഈ സങ്കീർത്തനം കോരപുത്രന്മാർ എഴുതിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ന്യായപ്രമാണം അനുസരിച്ചിട്ടും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. ഈ സങ്കീർത്തനം യേശുവിൻ്റെ ജീവിതത്തെയും കൂടെ കാണിക്കുന്ന സങ്കീർത്തനമാകുന്നു. കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത യേശുവിനെയാണ് ദൈവം ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചത്. ഈ 3 വാക്യത്തിൽ നിന്ന് എനിക്ക് 3 കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഡോണ്ട് ട്രസ്റ്റ് ഓൺ യുവർ സ്ട്രെങ്ത്. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. നമ്മുടെ ബലത്തിലോ ശക്തിയിലോ നമ്മൾ മാത്രം ആശ്രയിക്കരുത്. നമ്മൾ നേടിയ സൗഭാഗ്യങ്ങളിലോ സൗന്ദര്യത്തിലോ കൂട്ടുകാരിലോ നമ്മൾ ആശ്രയിച്ചാൽ അവരൊന്നും നമ്മളെ രക്ഷിക്കാൻ ഇടയാകില്ല. ഇവിടെ വില്ലെന്ന് പറയുന്നത് ജോലിയാകാം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആകാം, നമ്മളായിരിക്കുന്ന രാജ്യമാകാം, രാജ്യത്തിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊവിഡൻസ് ആകാം. ഇതൊക്കെ ഒരു സമയം വരെ കാണും, പക്ഷെ അത് കഴിഞ്ഞ് അത് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി നിത്യമാണ്, അതെല്ലായ്പ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഈ ലോകവും അതിൻ്റെ മോഹവും മാറിപ്പോകും, പക്ഷെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർ എപ്പോഴും നിലനിൽക്കും. അവർക്കൊന്നിനും കുറവുണ്ടാവില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 34:10 പറയുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വിക്ടറി. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ കാരണം ദൈവത്തിൻ്റെ കരങ്ങളുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ കടന്നു പോയെങ്കിൽ അതിൽ വിജയം നേടണമെങ്കിൽ നമ്മൾ യേശുവിൽ ആശ്രയിക്കണം. യേശുവിൻ്റെ ആ ക്രൂശിൽ നേടിയ വിജയം നമുക്ക് ലഭ്യമാകും. യേശു ക്രൂശിൽ നേടിയ വിജയമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിജയം. ആ വിജയം നമ്മുടെ ഉള്ളിലുണ്ട്. 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അതെ, നമ്മൾ യേശുവിൻ്റെ വിജയത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനും യേശുവിൻ്റെ വിജയത്തിൽ നിന്നും നമുക്കതിനെ മറികടക്കാൻ സഹായിക്കും. അവസാനമായി പറയാനുള്ളത്, ബോസ്റ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ നിത്യം പ്രശംസിക്കുക, അവൻ എപ്പോഴും സ്തോത്രം ചെയ്യുക. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരാൾ മാത്രം തിരികെ വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞു. പലപ്പോഴും നേടിയെടുക്കുന്ന വിജയങ്ങൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മൾ മറന്നുപോകുന്നു. എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നു. അതുകൊണ്ട് എല്ലാ മഹത്വവും പൊഴിച്ചയും ദൈവത്തിനുള്ളതത്രേ. ഞാൻ ഇപ്പോൾ മെസ്സേജ് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അതെൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഡോണ്ട് ട്രസ്റ്റ് ഓൺ യുവർ സ്ട്രെങ്ത്. നമ്മൾ ഈ ലോകത്തിൽ നേടിയ ഒരു സൗഭാഗ്യത്തിലും നമ്മൾ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക. രണ്ടാമതായി, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വിക്ടറി. ദൈവത്തിൻ്റെ വിജയം നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ദൈവം നേടിയെടുത്ത ഏറ്റവും വലിയ വിജയം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിജയത്തിൽ കൂടെ നമ്മുടെ ഈ ലോകത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ ദൈവം സഹായിക്കും. ബോസ്റ്റ് ഇൻ ദി ലോർഡ്. ദൈവത്തിൽ പ്രശംസിക്കുക. നമ്മൾക്ക് കിട്ടിയ ദാനങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ നേടിയെടുത്ത നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ്. അപ്പോൾ ദൈവത്തിൽ നമ്മൾ പ്രശംസിച്ചാൽ അത് മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ യേശുവിനെ കാണുവാനും ദൈവത്തിൻ്റെ കൃപയെ മനസ്സിലാക്കുവാനും അവർക്കിടയാകും.
അതിന് നമ്മളെ ശക്തീകരിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.